ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇനി മീൻ കറിയാണ് വെക്കാൻ പോണത്. അരക്കിലാൻ ഇത് അയില വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ നോക്കാം. കറിക്ക് ആവശ്യമുള്ള സാധനം എന്താ? തേങ്ങ, ചെറിയുള്ളിയാണ് അരയ്ക്കാൻ പോണത്. മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കറിവേപ്പിൻ്റെ ഇല, തക്കാളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും, മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നോക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഒരു സ്പൂൺ കടുക് ഇടുക. ഉലുവ ഇടുക. ആവശ്യത്തിന് ചെറിയുള്ളി ഇടുക. ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇടുക. അതിൻ്റെ കൂടെ കറിവേപ്പിൻ്റെ ഇല ഇടുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടാം. പിന്നെ തക്കാളി ഇടാം. പുളി ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. പുളി ഒഴിക്കാം. കൂടെ തേങ്ങ ഒഴിക്കാൻ പോവുകയാണ്. ഇതെല്ലാം കൂടി മിക്സായാൽ തന്നെ നന്നായിട്ടുണ്ടാവും. ആവശ്യത്തിന് ഉപ്പിടുക. നേരത്തെ മീനിൽ ഇത്തിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, പാകത്തിന് ഇട്ടാൽ മതി. ഇത് തിളയ്ക്കാത്ത മുമ്പ് തന്നെ മീൻ ഇടുകയാണ്. എന്താ വെച്ചാൽ ഉപ്പും പുളിയൊക്കെ നന്നായി മീനിൽ പിടിക്കും. ഓരോരുത്തർ പറയും മീനിട്ടാൽ അത് ഉടഞ്ഞു പോകും എന്നൊക്കെ പറയും. പക്ഷെ ഉടയൊന്നുമില്ല. ഉപ്പും പുളിയൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കറിക്ക് നല്ല ഇതായിരിക്കും. ഇട്ടിട്ടുണ്ട് ഉപ്പ്. ഇതിനെ അടച്ച് വെക്കാൻ പോവുകയാണ്. അടച്ച് വെച്ച് 2-3 തള വരട്ടെ, വരുന്നിട്ട് നോക്കാം. മീൻ കറി റെഡിയായി. നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പറായി മീൻ കറിയായി. ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. മീനൊന്നും ഉടഞ്ഞിട്ടേ ഇല്ല. കണ്ട, നല്ല ടേസ്റ്റാണ്. മീൻ ഇതിലൊക്കെ തിളച്ച് നന്നായി ഉപ്പും പുളിയൊക്കെ പിടിച്ചാൽ നന്നായിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കി. അതിൻ്റെ കൂടെ കുറച്ച് ചോറെടുത്ത് ഒരു 2 മീനും വെച്ച് കഴിച്ചാൽ എത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നറിയോ? നോക്കി, നിങ്ങൾ എന്നെ നോക്കിക്കോളൂ. സൂപ്പറായ മീൻ കറി റെഡിയായി. നിങ്ങൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കി നോക്കി. മറക്കാണ്ട് ഷെയർ ചെയ്യ്, ലൈക്ക് കൊടുക്കണം.